ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് ഈ മാങ്ങയൊക്കെ ആയിട്ടെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ന് അമ്മ വീട്ടിലത്തേക്ക് മാങ്ങ മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് റൂമിലൊക്കെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അമ്മാമ്മയെ ഓർമ്മ വന്നായിരുന്നു ഗൈസ്. അതായത് എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മാമ്മ. ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ അമ്മാമ്മ കൂടെ ഇല്ല. അപ്പോൾ അമ്മാമ്മ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സാധനമുണ്ട്. മാങ്ങയും ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് കുനുകുനാന്നരിഞ്ഞ് ഒരു നമ്മൾ മാങ്ങ ഉപ്പിലിട്ടേക്ക് പോലത്തെ ഒരു വേറൊരു ഐറ്റം ലെവൽ. നമ്മൾ മാങ്ങ ഉപ്പും മുളക് പൊടിയൊക്കെ കൂട്ടി കഴിക്കത്തില്ലേ, അതുപോലെ വേറൊരു സാധനം. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കിയാലോ, ഒന്ന് വായോ. ഞാൻ ഓൾറെഡി തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയായിരുന്നു. മാങ്ങയും കത്തിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോകണം. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വണ്ടിയിൽ പോകുന്നതൊക്കെ സൗണ്ട് കേൾക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് വീടിൻ്റെ മുറ്റത്താണ്. ഇന്ന് നമുക്ക് ലൊക്കേഷൻ ഇങ്ങോട്ടാവാം എന്നൊന്ന് ജസ്റ്റ് വിചാരിച്ചതാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലാണ് റോഡ് ഉള്ളത്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അപ്പോൾ കുറച്ച് വോയിസ് കേൾക്കാം. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ വേറെ മൈക്കൊന്നുമില്ല. ഫോണിലുള്ള സൗണ്ട് ക്യാച്ച് ചെയ്യുന്നത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കുനുകുന അരിഞ്ഞാലോ? ഓക്കെ, വായോ. അപ്പോൾ നമ്മളിതിൻ്റെ നെട്ടെല്ലാം ഫസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും എനിക്ക് വേണ്ട. ഇവിടെ ഞാനും അമ്മയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. അമ്മയ്ക്ക് പല്ല് പുളിക്കും എന്ന് പറയും. ഞാനിത് ഫസ്റ്റ് ടൈം അല്ല, കുഞ്ഞില്ലേ, അതായത് ഇത്തിരി ഒരു 10 വർഷമെങ്കിലൊക്കെ മുൻപ് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. കൂടുതൽ അമ്മാമ്മയുള്ളപ്പോഴാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് മാങ്ങ എടുക്കാം. ഒരുപാട് മാങ്ങയൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഇതുകൂടെ ആൾക്കാരെല്ലാം നടന്നു പോകുന്നുണ്ട്. ഇനി എങ്ങനെ മാങ്ങ നേരിട്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുമെന്ന്. കുനുകുന അരിയാനൊന്നും എനിക്കറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. കട്ടിങ് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുനുകുന അരിയായിരുന്നു. പക്ഷെ ഇത് പച്ച മാങ്ങയല്ലെന്ന് തോന്നുന്നു. ഇച്ചിരി വിളഞ്ഞു പോയി. നല്ല പച്ച മാങ്ങയാണ് നമുക്ക് വേണ്ടത്. അമ്മയാണ് നോക്കിയെടുത്തത്. സാധാരണ അമ്മ പച്ച മാങ്ങ നോക്കിയെടുക്കുന്നതാണ്. 3 മാങ്ങ എന്ന് മേടിച്ച് അതിൽ ഒരു മാങ്ങ ഞാനാണ് സെലക്ട് ചെയ്തത്. മിക്കവാറും ഇത് ഞാൻ സെലക്ട് ചെയ്ത മാങ്ങ ആകാനാണ് ചാൻസ്. ഇപ്പം കൈ മുറിഞ്ഞാണ്. കുനുകുനാന്ന് പറയുമ്പോഴത്തേക്കും വളരെ തിന്നായിട്ടാണ്, അതായത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇതിപ്പോൾ എത്രത്തോളം കുനുകുന വരുമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് നോക്കാം. കാണിച്ചു തരാം ഞാൻ. കണ്ടോ, അതായത് വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. മുൻപ് അമ്മാമ്മയ്ക്ക് ഇത് ഉണ്ടാക്കി തരുന്ന സമയത്ത് നമ്മളെ പഴയ വീട്ടിലായിരുന്നു. ആ സമയത്ത് അവിടെ നിറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാങ്ങ വീണ് കഴിഞ്ഞാൽ പോലും അമ്മാമ്മ ഉടനെ എടുത്ത് ഇതുപോലെ നമുക്ക് ചെയ്തു തരാറുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്കും എൻ്റെ അനിയനും ഏട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പോൾ അതായത് നമ്മൾ പറയത്തില്ലേ, ചില സാധനങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ നാവിൻ തുമ്പിൽ തന്നെ കാണുന്നു. ഇതിപ്പോൾ മരിച്ചാലും ഈ ഒരു ഫ്ലേവർ എൻ്റെ നാവിൽ നിന്ന് മാറത്തില്ല. നമുക്ക് നമ്മുടെ അമ്മാമ്മയെ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മാമ്മയുടെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയല്ലേ നമുക്ക് ഓർമ്മയിരിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നില്ല. അമ്മാമ്മ ഉണ്ടാക്കുന്നത് പോലെ ഒന്നും ആവത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന പോലെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെയല്ല ഗൈസ്, അമ്മാമ്മയൊന്നും കട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അല്ല. പിന്നെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇത് നമുക്കൊന്ന് ബീട്രൂട്ടൊക്കെ കൊത്തി അരിയത്തില്ലേ, അതുപോലെ കൊത്തി അരിഞ്ഞാലും മതി. ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ. ഗൈസ്, ഫൈനലി നമ്മൾ മാങ്ങയും ചെറിയ ഉള്ളിയും കുനുകുനാന്നരിഞ്ഞ് ഇതാ എടുത്തിട്ടുണ്ട്. ബാക്കി പീസ് വെച്ചിട്ടുണ്ട്. മടി കാരണമാണ്. വേണ്ട, എനിക്ക് ഇത്രയും മതി. അതായത് ചെറിയ ഉള്ളി മാങ്ങയായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ ഉള്ളി ഇച്ചിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ആണ്. ഇപ്പം തന്നെ വായിൽ വെള്ളം ഊറുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എനിക്ക് എണീറ്റ് പോകാൻ മടി ആയതുകൊണ്ട് ഓൾറെഡി ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളിയും മാങ്ങയും ഫസ്റ്റ് എടുക്കാം. അപ്പോൾ ഇതിൽ ബാലൻസ് ഉണ്ട്, ഞാൻ കാണിക്കാനാണെങ്കിൽ ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. കണ്ടായിരുന്നോ? കണ്ടോ, ഈ പിങ്ക് കളറിലൊക്കെ കിടക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നെക്സ്റ്റ് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഓടിപ്പോവോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ആരും കഴിക്കുന്നില്ല, വീട്ടിലുള്ളവർ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്.
നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പിൽ നിന്നൊരു വെള്ളം നമ്മളത് ഉപ്പ് അലിഞ്ഞ് ഇതിൽ മിക്സ് ആയിക്കോളും. നന്നായിട്ട് ഞവടി എടുക്കണേ. എന്നിട്ട് കുറച്ച് സമയം ഇത് വെച്ചേക്കണം, വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. എൻ്റെ ഓർമ്മയിൽ എണ്ണ ഒഴിച്ചതായിട്ടാണ് ഓർമ്മ ഉണ്ടായിരുന്നത് ഇതിൽ. പക്ഷെ അമ്മ പറഞ്ഞില്ല, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഇതിലുള്ള ഉപ്പാണ് അലിഞ്ഞ് വീഴുന്നത്. നമ്മൾ കുഞ്ഞിലല്ലേ കഴിച്ചത്, അപ്പോൾ ടേസ്റ്റ് വായിലുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അതായത് ഈ വെള്ളമായിട്ടിരിക്കുന്നതല്ല എണ്ണ എന്തോ ഒഴിച്ചതാണ്. നമ്മൾ ഇപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ എണ്ണ ഒഴിക്കത്തില്ലേ, അതുപോലെ പണ്ട് എണ്ണ ഒഴിച്ചതായിട്ടാണ് ഞാൻ കരുതിയത്. എന്നെക്കാളും ഓർമ്മ എന്തായാലും എൻ്റെ അമ്മയ്ക്കായിരിക്കുമല്ലോ. അങ്ങനെ മിക്സ് ചെയ്തു. ഇപ്പം ഇച്ചിരി കൂടെ ഇടാം, കഴിച്ച് നോക്കാം. ഉപ്പും എരിയെല്ലാം പാകത്തിനാണോ എന്നൊന്ന് നോക്കി നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് മാത്രമേ കൂടിയിട്ടുള്ളൂ. അത് നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ ബാലൻസ് ഇരുന്നില്ലേ, ആ മാങ്ങ കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ്. ഭയങ്കര സൗണ്ട് കേൾക്കും, വണ്ടി പോവുക. അപ്പം ബാക്കി ഇരുന്ന മാങ്ങ കൂടെ നമ്മുടെ ഇവിടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഉപ്പെല്ലാം ഓക്കെ, ഏരിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു രക്ഷയില്ല, നൊസ്റ്റാൾജിക് ഫീലാണ് ഗൈസ്. ഇതിൻ്റെ കൂടെ ചൂട് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കട്ടനൊക്കെ ഇട്ടത്. ഇപ്പം കപ്പയില്ല, കപ്പയും ചോദിച്ചിന് പോയി കഴിഞ്ഞാൽ അടി കിട്ടും. കാണണ്ട ഗൈസ്, കണ്ടോ? നമുക്ക് ചോറുണ്ണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കഴിക്കാം. അപ്പം ഞാൻ പോയി ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം. അപ്പം വീഡിയോ ഇഷ്ടമായവർ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇനി നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുമെന്ന്. അതായത് ഒരു പീസ് മാങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുരുമുളക് പൊടിയോ എന്തോണം ആഡ് ചെയ്യാം. പക്ഷേ ഈ കൂട്ടാണ് എൻ്റെ അമ്മമ്മ എനിക്ക് ഉണ്ടാക്കി തന്നെ, അതായത് എനിക്കും എൻ്റെ ഏട്ടന്മാർക്കും അനിയനൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ എനിക്കില്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കഴിക്കാൻ തോന്നുക, അത്രയും സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വരട്ടെ, ലൈക്ക് ചെയ്യാൻ വരട്ടെ. ഫസ്റ്റ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടവർ വന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഞാൻ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ പറയാം. ഫസ്റ്റ് നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് വന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.